പൃഥ്വിരാജിന്റെ വിലായത്ത് പുത തിയേറ്ററിൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഭൂരിഭാഗവും നല്ല പ്രതീക്ഷയുള്ളതാണ്. മോളിവുഡിൽ അദ്ദേഹത്തിന്റെ അടുത്ത റിലീസ് നോബഡിയാണ്. നിസാം ബഷീർ കെട്ടിയോളാണ് എന്റെ മാലാഖയ്ക്കും റോഷാക്കിനും ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എന്നുള്ളത് തന്നെ നോബഡിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് ഗംഭീരമായിരുന്നു. പൃഥ്വിരാജിന്റെ ഒരു വേറിട്ട വേഷമായിരിക്കും നിസാം ബഷീർ ചിത്രത്തിൽ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം നിസാം ബഷീർ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നായകന്മാരെ അവതരിപ്പിച്ചിട്ടുള്ളത്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തതയുള്ള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു റോഷാക്ക്. അതിലെ നായകനായി മമ്മൂട്ടി എത്തിയപ്പോഴും നമ്മൾക്ക് ആ ഒരു വ്യത്യസ്തത അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകടനമായാലും കഥാപാത്ര നിർമ്മിതിയിലായാലും ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കെട്ടിയോളാണ് എന്റെ മാലാഖ ആസിഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ ബ്രേക്ക് ആയിരുന്നു. നമ്മൾ അങ്ങനെ കണ്ടു പരിചയിക്കാത്ത ഒരു ആസിഫ് അലി ആയിരുന്നു കെട്ടിയോളാണ് എന്റെ മാലാഖയിൽ നിസാം ബഷീർ കൊണ്ടുവന്നത്. ആസിഫിന്റെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. കാരണം തനി നാട്ടുംപുറത്തുകാരനായി ആസിഫ് വളരെ മനോഹരമായി അഭിനയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന നോബഡിയിലും വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. നോബഡി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്നത് സന്തോഷ് ട്രോഫിയാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്യുന്ന ടൈസണും മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രമായി വരുന്ന വാരണാസിയിലെ വില്ലൻ കഥാപാത്രം പൃഥ്വിരാജിന്റെ കരിയറിൽ വളരെ നിർണായകമാണ്. വാരണാസിയിൽ പൃഥ്വിരാജ് പ്രധാന വില്ലൻ വേഷത്തിലാണ്. അദ്ദേഹത്തിന്റെ ഒരു ലുക്കൊക്കെ പുറത്തു വന്നിരുന്നു. വാരണാസിയിലെ 3 പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് പൃഥ്വിരാജാണ്. മഹേഷ് ബാബുവും പ്രിയങ്ക ചോപ്രയുമാണ് മറ്റു 2 പേർ. ഒരു മലയാള നടനെ സംബന്ധിച്ച് രാജമൗലിയുടെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിലേക്ക് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ നേട്ടമാണ്. പൃഥ്വിരാജിന്റെ കരിയറിൽ വളരെ നിർണായകമാവുന്ന സിനിമയായിരിക്കും വാരണാസി. ബാഹുബലിയുടെയൊക്കെ വിജയത്തിന് ശേഷം റാണാ ദഗുപട്ടിക്ക് ഉണ്ടായ ഒരു സ്റ്റാർഡമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വാരണാസിയിലൂടെ പൃഥ്വിരാജും വലിയ താരപദവിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മുൻപ് സലാറിലൊക്കെ പൃഥ്വിരാജ് ഒരു വേഷം ചെയ്തിരുന്നു. സലാർ പക്ഷേ ഹൈപ്പിനൊത്ത് പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റിയില്ല. പ്രേക്ഷകർ അത്രയങ്ങ് സ്വീകരിച്ച ചിത്രമായിരുന്നില്ല സലാർ. വാരണാസി അദ്ദേഹത്തിന്റെ വലിയ ബ്രേക്ക് ആവുന്ന സിനിമയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ ചിത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ വരാനിരിക്കുന്ന പൃഥ്വിരാജ് സിനിമകളെല്ലാം ഗംഭീരമാണ്. അവയെല്ലാം തിയേറ്ററിൽ വലിയ ചലനം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്.